കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം ഈ സന്ധ്യയെങ്കിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കഴിഞ്ഞ 2 ദിനങ്ങളിലും വൈകുന്നേരം 6:30 മണിക്ക് നിങ്ങളോട് ദൈവവചനം ശുശ്രൂഷിപ്പാൻ തക്കവണ്ണം ദൈവം എനിക്ക് അവസരമൊരുക്കി. 3-ാം ദിവസമായി ഇന്ന് വൈകുന്നേരവും നിങ്ങളോടൊപ്പമായിരിക്കുന്നതിൽ ഞാൻ ഏറെ സന്തോഷിക്കുന്നു. ഈ ദൈവവചന ശുശ്രൂഷയ്ക്ക് മുഖാന്തരമായ പ്രയർ സോൾജേഴ്സ് യൂത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തി വരുന്ന ഫേസ്ബുക്ക് ലെവലിലൂടെ തിരുവചനം ശുശ്രൂഷിപ്പാൻ എനിക്ക് ലഭിച്ച വിലയേറിയ അവസരത്തിനായി ഞാൻ ഒരിക്കൽ കൂടെ ദൈവത്തിന് നന്ദി അർപ്പിക്കുന്നു. അതിന് മുഖാന്തരമായ കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ഡർഫിൻ അവരുകളെയും അവരുടെ കുടുംബത്തെ ഓർക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവ് ധാരാളമായി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യയിൽ നിങ്ങളോട് ദൈവികമായ ഒരു ആലോചന പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ പ്രാർത്ഥന വേളയിൽ തന്ന ഒരു ചിന്ത പറഞ്ഞ് പ്രാർത്ഥിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്ക് സങ്കീർത്തന പുസ്തകത്തിൽ നിന്നൊരു വാക്യം വായിക്കാം. 115-ാം സങ്കീർത്തനം, അതിൻ്റെ 11, 12, 13 തിരുവചനങ്ങളാണ് ഇന്ന് രാത്രി സന്ധ്യയ്ക്ക് ചിന്തയ്ക്കായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 115-ാം സങ്കീർത്തനം, അതിൻ്റെ 11, 12, 13 വാക്യങ്ങൾ. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുവിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെയും അനുഗ്രഹിക്കും. ഒരിക്കൽ കൂടെ വായിക്കാം. യഹോവ ഭക്തന്മാരെ യഹോവയിൽ ആശ്രയിക്കുവിൻ, അവൻ അവരുടെ സഹായവും പരിചയമാകുന്നു. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. അവൻ ഇസ്രായേൽ ഗൃഹത്തെ അനുഗ്രഹിക്കും, അവൻ അഹരോൻ ഗൃഹത്തെയും അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ അനുഗ്രഹം അല്ലെങ്കിൽ ദൈവികമായ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് ഈ സന്ധ്യയിൽ ചിന്തിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൽ 12-ാമത്തെ വാക്യമാണ് ഞാനിന്ന് രാത്രി ഉദ്ധരിക്കുന്നത്. യഹോവ നമ്മെ ഓർത്തിരിക്കുന്നു, അവൻ അനുഗ്രഹിക്കും. ദൈവം നമ്മളെ ഓർത്താൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായി മാറും. ദൈവം നമ്മളെ ഓർക്കുന്നുവെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ അല്ലെങ്കിൽ നന്മകൾ പ്രാപിക്കുവാനിടയായിത്തീരും. തമിഴിലെ ഒരു ഗാനമുണ്ട്. ഞാൻ പാട്ടുകാരനല്ല, അതുകൊണ്ടാണ് പാട്ടുകൾ പാടാത്തത്. അതിന് വരികൾ ഇങ്ങനെയാണ്. ദേവകുമാര ദേവകുമാര എന്നെ നനച്ചിടുങ്ക, ദേവകുമാര ദേവകുമാര கொஞ்சம் நினைச்சிடுங்க, நீங்க நினைச்சால் ஆசீர்வாதம் தான், நீங்க മറന്നാൽ ഞാൻ എங்கே പോകുമേ. അർത്ഥം ഇങ്ങനെയാണ്. ദൈവകുമാര ദൈവകുമാര എന്നെ നനച്ചിടുങ്ക, എന്നെ ഓർക്കുക. നീ എന്നെ നനച്ചാൽ, നീ എന്നെ ഓർത്താൽ ഞാൻ അനുഗ്രഹിക്കപ്പെടും. നീ എന്നെ മറന്നാൽ ഞാൻ എവിടേക്ക് പോകും? ദൈവം മറന്നാൽ എന്ത് ചെയ്യും എന്നാണ് ആ പാട്ടുകാരൻ ആ വരികളിൽ എഴുതിയിരിക്കുന്നത്. ഇന്നെൻ്റെ ചിന്തയും അതാണ്. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്, നമ്മെ അറിയുന്നൊരു ദൈവമുണ്ട്. ഇയ്യോബിൻ്റെ പുസ്തകം 1-ാം അധ്യായം വരുമ്പോൾ നമുക്ക് അവിടെ കാണുവാനായി കഴിയുന്നു. ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുന്ന സാത്താനോട് ദൈവം ചോദിക്കുന്നതിന്, എൻ്റെ ഭക്തനായ ഇയ്യോബിനെ നീ ദൃഷ്ടി വെച്ചുവോ? അപ്പോൾ തൻ്റെ ഭക്തന്മാരെ ഓർക്കുന്ന, തന്നെ അനുസരിക്കുന്ന, തന്നെ വിശ്വസിക്കുന്ന, തന്നെ ആരാധിക്കുന്ന തൻ്റെ ഭക്തന്മാരെ ഓർക്കുന്നൊരു ദൈവം നമുക്കുണ്ട്. അതെ, ആ ദൈവം നമ്മളെ ഓർത്താൽ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമാണ്. ാം സങ്കീർത്തനം 23-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർത്തവനെ. അതേ പ്രിയരെ, നമ്മുടെ താഴ്ചയിൽ അനേകരെ മറക്കും, നമ്മുടെ ഉയർച്ചയിൽ അനേകർ ഓർക്കും. പക്ഷെ നമ്മുടെ ദൈവത്തിൻ്റെ പ്രത്യേകത, നമ്മുടെ താഴ്ചയിൽ നമ്മളെ ഓർക്കുന്നവനാണ് നമ്മുടെ ദൈവം. സ്തോത്രം. ഇന്ന് ഞാൻ നിങ്ങളെ ഒരു നിമിഷം ഓർത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, എനിക്ക് ചെയ്യാൻ കഴിയുന്നത് നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് കഴിയും.
അല്ലെങ്കിൽ നിങ്ങളെ ഒന്ന് ഫോൺ ചെയ്ത് വിശേഷം ഒന്ന് അന്വേഷിക്കുവാനായിട്ട് കഴിയും. അത്രമാത്രമേ, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും സഹായങ്ങളൂടെ ചെയ്യുവാനോ മാത്രമേ കഴിയുകയുള്ളൂ. പക്ഷെ ദൈവം ഒരു മനുഷ്യനെ ഓർത്തു കഴിഞ്ഞാൽ അവൻ്റെ ജീവിതം തന്നെ മാറുകയാണ്. അതിന് വേദപുസ്തകത്തിൽ നിന്ന് തന്നെ ചില തെളിവുകൾ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. അതിന് ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം നമുക്ക് പ്രാരംഭമായി വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുവാനായിട്ട് കഴിയുന്നത്: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും ഓർത്തു. ദൈവം ഭൂമിയിൽ ഒരു കാറ്റടിപ്പിച്ചു, വെള്ളം നിലച്ചു, ആഴിയുടെ ഉറവകളും ആകാശത്തിൻ്റെ കിളിവാതിലുകളും അടഞ്ഞു. ആകാശത്തിൽ നിന്നുള്ള മഴയും നിന്നു, വെള്ളം ഇടപെടാതെ ഭൂമിയിൽ നിന്ന് ഇറങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. നീണ്ട 40 ദിവസത്തെ മഴ. ഉൽപ്പത്തി പുസ്തകം നമുക്ക് വായിക്കുമ്പോഴറിയാം, ദൈവത്തിൻ്റെ സൃഷ്ടിയായ മനുഷ്യന്റെ അകൃത്യവും പാപവും മുഖാന്തരം ആ ജനത്തെ നശിപ്പിക്കുവാൻ തക്കവണ്ണം ദൈവം ആഗ്രഹിക്കുമ്പോൾ രക്ഷ പ്രാപിക്കുവാനുള്ള ദൂത് ദൈവം ഭൂമിയിൽ അറിയിക്കുവാൻ തുടങ്ങി. വേദപണ്ഡിതന്മാർ പറഞ്ഞത് ഏകദേശം 120 ദിവസത്തോളം നോഹ മനുഷ്യരുടെ ഇടയിൽ പ്രസംഗിച്ചു നടന്നു. ഇതാ ഒരു ജലപ്രളയം വരാൻ പോകുന്നു, ഇതാ ഒരു ന്യായവിധി വരാൻ പോകുന്നു, അതുകൊണ്ട് രക്ഷയ്ക്കായി നിങ്ങൾ പെട്ടകത്തിനകത്ത് കയറിക്കൊള്ളുക. പക്ഷേ അന്ന് നോഹയുടെ ആ വാക്കുകൾ അല്ലെങ്കിൽ ദൈവശബ്ദം ആരും ചെവിക്കൊണ്ടില്ല, അത് അംഗീകരിപ്പാൻ ഇടയായില്ല. എന്നാൽ ദൈവത്തിൻ്റെ സമയമായി. ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ലാത്ത ആ മഴ അല്ലെങ്കിൽ ആ പ്രളയം ഭൂമിയിലേക്ക് വരുവാനിടയായി. നീണ്ട 40 ദിവസങ്ങൾ ഭൂമിയിൽ മഴ പെയ്തുകൊണ്ടേയിരുന്നു. വെള്ളം പൊങ്ങി, ഭൂമിയിലുള്ള സകലതും വെള്ളത്തിനടിയിലായി. അങ്ങനെ ഒരു വലിയ ദുരിതം ഭൂമിയിൽ സംഭവിക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ദൈവം നോഹയെയും അവനോടുകൂടെ പെട്ടകത്തിലുള്ള സകല ജീവികളെയും സകല മൃഗങ്ങളെയും യഹോവ ഓർത്തു. അതെ, തൻ്റെ ഭക്തനായ തൻ്റെ സന്ദേശം ഭൂമിയിൽ അറിയിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട നോഹയും കുടുംബവും വരാൻ പോകുന്ന ന്യായവിധിയെക്കുറിച്ച്, പ്രളയത്തെക്കുറിച്ച് മനുഷ്യരോട് വിളിച്ചറിയിച്ചിട്ടും ആരും അംഗീകരിക്കാതിരുന്നപ്പോൾ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി താൻ നിർമ്മിച്ചതാകുന്ന പെട്ടകത്തിനകത്തേക്ക് താനും തൻ്റെ ഭാര്യയും മക്കളും മരുമക്കളുമായി അതിനകത്ത് പ്രവേശിച്ചു. നമുക്കറിയാം, പെട്ടകത്തിൻ്റെ വാതിൽ യഹോവയായ ദൈവം അടച്ചു. നീണ്ട 40 ദിവസമായി ഭൂമിയുടെ ആഴിയെ ദൈവം തുറന്നു, ആകാശത്തിൻ്റെ കിളിവാതിലുകളെ ദൈവം തുറന്നു. മഴ ഭൂമിയിലേക്ക് പെയ്തുകൊണ്ടേയിരുന്നു. പെട്ടകം വെള്ളത്തിന് മീതെ ഇങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നോ, ഇത് അവസാനിക്കുമെന്നോ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാൻ പോകുന്നെന്ന് ഒരുപക്ഷെ നോഹ മനസ്സിലാക്കിയോ? എന്തായാലും പെട്ടെന്നൊരു ദിവസം ദൈവം നോഹയെയും തൻ്റെ കുടുംബത്തെയും ഓർക്കുകയാണ്. നമ്മളവിടെ വായിച്ചത് ഇങ്ങനെയാണ്: 7-ാം മാസം നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തു. 4-ാം വാക്യം ഇങ്ങനെ: ശേഷം വെള്ളം കുറഞ്ഞു തുടങ്ങി. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 7-ാം മാസം 17-ാം തീയതി പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ ഉറച്ചു. അതേ പ്രിയരെ, നോഹയെയും കുടുംബത്തെയും ദൈവം ഓർത്തു കഴിഞ്ഞപ്പോൾ ജലപ്രളയത്തിനാൽ വെള്ളത്തിന് മീതെ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പെട്ടകം, അതിലുണ്ടായ ജീവജാലങ്ങളെയും നോഹയെയും കുടുംബത്തെയും യഹോവയായ ദൈവം ഓർത്തു.
ദൈവം അവരെ ഓർത്തു കഴിഞ്ഞപ്പോൾ വെള്ളത്തിന് മീതെ സഞ്ചരിച്ചുകൊണ്ടിരുന്ന പെട്ടകം അരരാത്ത് പർവ്വതത്തിൽ അവൻ ഉറപ്പിക്കുവാൻ ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ ജീവിതം ഒരുപക്ഷെ എവിടെ, എങ്ങനെ, എന്തായി തീരുമെന്ന് ചിന്തിക്കുന്ന വ്യക്തിജീവിതങ്ങളോട് ഞാൻ പറയുന്നു, നമ്മളെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്, നമ്മുടെ കുടുംബത്തെ ഓർക്കുന്ന ഒരു ദൈവമുണ്ട്. നമ്മെ അനുദിനം നോക്കുന്ന ഒരു ദൈവമുണ്ട്. ഓരോ നിമിഷവും നമ്മെ ശ്രദ്ധിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ആകയാൽ നിങ്ങൾ ഭയപ്പെടേണ്ട, ദൈവം നിങ്ങളെ ഉറപ്പിക്കാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ ബലപ്പെടുത്താൻ പോവുകയാണ്. നോഹയെയും കുടുംബത്തെയും ദൈവം അരരാത്ത് പർവ്വതത്തിൽ ദൈവം ഉറപ്പിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. സ്തോത്രം. അതുപോലെ തന്നെ ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിൻ്റെ 29 വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ അബ്രഹാമിനെ കുറിച്ച് കാണുവാനായി കഴിയുന്നു. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിൻ്റെ 29 വാക്യം നമുക്കൊന്ന് വായിക്കാം. ഉൽപ്പത്തി പുസ്തകം 19 അധ്യായം അതിൻ്റെ 29 വാക്യം. അവിടെ ഇങ്ങനെയാണ് കാണുവാൻ കഴിയുന്നത്: എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയും ലോത്തിനെയും ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെയും ഉന്മൂലനാശത്തിൽ നിന്ന് ദൈവം വിടുവിച്ചു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് അബ്രഹാമിനെ ഓർക്കുന്ന ഒരു ദൈവം. അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെയും കുടുംബത്തെയും ന്യായവിധിയിൽ നിന്ന്, അല്ലെങ്കിൽ സോദോമിന്റെ ന്യായവിധിയിൽ നിന്ന് രക്ഷിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായി കഴിയുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുവാനിടയായി, എന്തിനാണ് പരിശുദ്ധാത്മാവ് ഇങ്ങനെ എഴുതി രേഖപ്പെടുത്തിയത്? അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നു. സ്തോത്രം. അതിന് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു, സോദോമിൻ്റെ പാപം, അകൃത്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ വലിയ പാപമായി നിൽക്കുമ്പോൾ ആ ദേശത്തെ ദൈവം നശിപ്പിക്കുവാനായി നോക്കുന്നു. ആ സമയത്ത് സ്വർഗത്തിൻ്റെ ദൂതന്മാർ വന്നിട്ട് നേരെ അബ്രഹാമിൻ്റെ അടുക്കിലേക്കാണ് വരുന്നത്. പറയുന്നു, ഞങ്ങൾ സോദോമിൻ്റെ നാശത്തെക്കുറിച്ച് അറിയിക്കാൻ വരികയാണ്. തുടർന്ന് സംഭവിക്കുന്നത് ഇങ്ങനെയാണ്: അബ്രഹാം ചെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുമടക്കി ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്, അല്ലെങ്കിൽ മധ്യസ്ഥത ചെയ്യുകയാണ്. എന്താ ചെയ്തത്? ആ പട്ടണത്തിൽ 50 നീതിമാന്മാരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? ദൈവം പറഞ്ഞില്ല. 40 പേരുണ്ടെങ്കിൽ നീ നശിപ്പിക്കുമോ? ഇല്ല. 20 പേരുണ്ടെങ്കിൽ നീ ആ പട്ടണം നശിപ്പിക്കുമോ? ഇല്ല. അബ്രഹാം പറഞ്ഞു വരുന്നത് തൻ്റെ സഹോദരനും കുടുംബവും ആ പട്ടണത്തിലാണ്. എനിക്കൊരു കാര്യം മനസ്സിലായി: ഒരു പട്ടണത്തിൽ ഒരു ദൈവപൈതലുണ്ടെങ്കിൽ, ആ പട്ടണത്തിന് വേണ്ടി ഇടിവ് നിൽക്കാൻ ഒരു ദൈവപൈതലുണ്ടെങ്കിൽ, ഒരു പക്ഷേ ആ പട്ടണത്തിൽ സംഭവിക്കാൻ ഉള്ള നാശം മാറിപ്പോകുവാൻ ഇടയായിത്തീരും. അബ്രഹാം ലോത്തിനും കുടുംബത്തിനു വേണ്ടി മധ്യസ്ഥത ചെയ്യുകയാണ്, ദൈവത്തോട് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ദൂതന്മാർ സോദോമിലേക്ക് വരികയാണ്. ലോത്തിൻ്റെ ഭവനത്തിലേക്ക് ചെന്നു. അവർ പറഞ്ഞു, ഈ പട്ടണം ഞങ്ങൾ നശിപ്പിക്കാൻ വന്നിരിക്കുന്നു. അതേ പ്രിയരെ, ഇന്നും പാപം പെരുകി, പട്ടണങ്ങളിൽ അകൃത്യങ്ങൾ പെരുകി. നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളും കണ്ടതാണ്. സ്വന്തം മകൻ മദ്യപിച്ചിട്ട് വന്ന് അമ്മയുടെ കഴുത്തറക്കുന്ന കാലഘട്ടം, സ്വന്തം അപ്പനെ തല്ലിക്കൊല്ലുന്ന കാലഘട്ടം, മക്കളെ വലിച്ച് സമുദ്രത്തിലും അല്ലെങ്കിൽ മറ്റു പല നിലവാരങ്ങളിലും കൊല്ലുന്നൊരു കാലഘട്ടം. നോഹയുടെ കാലഘട്ടം പോലെ പാപം ഇവിടെ പെരുകിക്കൊണ്ടിരിക്കുകയാണ്.
അനുസരണയില്ലാത്തൊരു തലമുറ, ആരെയും ഭയമില്ലാത്തൊരു തലമുറ. ഈ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ, അനേക കുടുംബങ്ങൾ രക്ഷപ്പെടുവാൻ, അനേകര് ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക് കയറിക്കൊള്ളുവാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനത്തിൽ നിന്ന് എനിക്കൊരു കാര്യം ഉറപ്പായി: നമ്മൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ന്യായവിധിയിൽ നിന്ന് ദൈവം ചിലരെ രക്ഷിക്കുവാനിടയായി. ദൂതനെ അയച്ചു, ലോത്തിനോട് പറയുന്നു, നീയും നിന്റെ മക്കളും നിന്റെ ചർച്ചക്കാരെയൊക്കെ നീ വിളിച്ച് ഈ പട്ടണം വിട്ടു പൊക്കോ, ഈ പട്ടണം ഞാൻ ദൈവം നശിപ്പിക്കാൻ പോവുകയാണ്. ലോത്ത് അത് വിശ്വസിച്ച് കേട്ടോ, തൻ്റെ മക്കളോടെല്ലാം ആ കാര്യം പറഞ്ഞു. എന്നാൽ ചിലരൊക്കെ അതിനെ ത്യജിച്ചു. എന്നാൽ താനും തൻ്റെ മക്കളും ഭാര്യയും കൂടി ആ പട്ടണം വിട്ടു പോകുവാൻ ആഗ്രഹിച്ചു. പക്ഷെ പിന്നത്തേൽ സംഭവിച്ചത് നമുക്കറിയാം. ആ പട്ടണം വിട്ടു പോകുമ്പോൾ തിരിഞ്ഞു നോക്കരുതെന്ന് പറഞ്ഞു, പുറകോട്ട് നോക്കാൻ പാടില്ല. പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്ക് സംഭവിച്ചെന്താണ്? ആ പട്ടണത്തിലേക്ക് അവൾ തിരിഞ്ഞു നോക്കി. അവൾ അവിടെ ഉപ്പുതൂണായി എന്ന് നമുക്ക് തിരുവഴുത്തിൽ നിന്ന് വായിക്കുവാനായിട്ട് കഴിയും. ഞാൻ പറഞ്ഞു വന്നത്, ആ പദം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: അബ്രഹാമിനെ ഓർത്തിട്ട് ദൈവം ലോത്തിനെയും കുടുംബത്തെയും രക്ഷിക്കുവാനിടയായി. സ്തോത്രം. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ തലമുറകൾക്ക് വേണ്ടി നമുക്ക് കണ്ണുനീരൊഴുക്കാം. നമ്മുടെ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ സമൂഹത്തിലുള്ള പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മുടെ മുൻപിലുള്ള ഓരോ വ്യക്തിയുടെയും ആത്മാവ് ഈ ഭൂലോകത്തേക്കാൾ വിലയേറിയതാണ്. അതുകൊണ്ട് നമുക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. ന്യായവിധിയിൽ നിന്ന്, വരാൻ പോകുന്ന തീച്ചുളയിൽ നിന്ന് ഈ ജനം വിടുതൽ പ്രാപിക്കട്ടെ. നിങ്ങൾ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിങ്ങളെ ഓർത്തിട്ട് ദൈവം ചിലരെ വിടിവിക്കുവാനിടയായിത്തീരും. സ്തോത്രം. പുറപ്പാട് പുസ്തകത്തിൽ നിന്ന് ഒരു വാക്യം കൂടി വായിക്കുവാൻ ആഗ്രഹിക്കുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യം. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ഏറെ നാൾ കഴിഞ്ഞിട്ട് മിസ്രൈം രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു നിലവിളിച്ചു. അടിമവേല ഹേതുവായുള്ള നിലവിളി ദൈവത്തിൻ്റെ സന്നിധിയിലെത്തി. ദൈവം അവരുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. ദൈവം ഇസ്രായേൽ മക്കളുടെ നിലവിളി കേട്ടു. ദൈവം അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും തനിക്കുള്ള നിയമം ഓർത്തു. ദൈവം ഇസ്രായേൽ മക്കളെ കടാക്ഷിച്ചു. സ്തോത്രം. ദൈവം നമ്മളെ മാത്രമല്ല, നമ്മുടെ തലമുറകളോടും ദയ കാണിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളോടും വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന ദൈവം, നമ്മുടെ തലമുറകളോടും നമ്മളോട് പറഞ്ഞ ഉടമ്പടിയെ ഓർക്കുന്നൊരു ദൈവം. നമുക്കറിയാം, പുറപ്പാട് പുസ്തകത്തിൽ 1-ാം അധ്യായം മുതൽ നമുക്ക് കാണാൻ കഴിയുന്ന മിസ്രൈമിൽ അടിമത്വത്തിൽ കിടക്കുന്ന ഇസ്രായേൽ ജനത്തിൻ്റെ അവസ്ഥയാണ്. നീണ്ട 400 വർഷത്തിലധികമായി ഇസ്രായേൽ ജനം മിസ്രൈമിൽ അടിമകളായി പാർത്തിരുന്നൊരു കാലം. എന്നാൽ അടിമവേല നിമിത്തം ഇവർ ഒരുപാട് വേദന അനുഭവിച്ചു. അവർ നിലവിളിക്കാൻ തുടങ്ങി. അവരാ കഷ്ടതയിൽ കിടന്നുകൊണ്ട് ദൈവത്തോട് കരയാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, നിലവിളിക്കാൻ തുടങ്ങി. ഈ സമയം എന്താണ് സംഭവിച്ചത്? ദൈവം പിതാക്കന്മാരോട് പറഞ്ഞിരുന്ന ആ ഉടമ്പടി, ആ വാഗ്ദത്തം യഹോവ ഓർക്കുകയും തൻ്റെ ഭക്തനായ മോശയെ ദൈവം വിളിച്ച് അവരെ രക്ഷിക്കുവാനായിട്ട് ദൈവം മോശയെ വിളിക്കുന്നതായിട്ട് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇസ്രായേൽ ജനത്തിൻ്റെ നിലവിളിയെ, ഇസ്രായേൽ ജനത്തിൻ്റെ കണ്ണുനീര്, ഇസ്രായേലത്തിൻ്റെ കഷ്ടത ദൈവം ഓർക്കുന്നു.
എന്നിട്ട് ദൈവം മോശയോട് പറഞ്ഞു, ഞാൻ അവരെ പുറപ്പെടുവിക്കുവാൻ, ഞാൻ അവരെ വിടിവിക്കുവാനായി ആഗ്രഹിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയും, ഈ പറഞ്ഞ കാര്യം, മോശയോട് ദൈവം ഈ പറഞ്ഞ കാര്യം മുന്നേ കൂട്ടി കാലേ കൂട്ടി ദൈവം തൻ്റെ ഭക്തനായ അബ്രഹാമിനോട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവർ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. നീയോ സമാധാനത്തോടെ പിതാക്കന്മാരോട് ചെല്ലും, നിന്റെ വാർദ്ധക്യത്തിൽ അടക്കപ്പെടും. എന്നാൽ അവർ സേവിക്കുന്ന ജാതിയെ ഞാൻ വിധിക്കും, അതിൻ്റെ ശേഷം അവരെ വളരെ സമ്പത്തോടുകൂടെ പുറപ്പെട്ടു പോരും. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞ ഉടമ്പടിയാണത്. മിസ്രയീമിൽ അവരുടെ സ്വന്തമല്ലാത്ത ദേശത്ത് അവര് അടിമകളായി പാർക്കും. എന്നാൽ അവരെ അടിമകളാക്കി വച്ചിരിക്കുന്ന ജാതിയെ ഞാൻ ന്യായം വിധിക്കുകയും അവരുടെ നടുവിൽ നിന്ന് എൻ്റെ ജനത്തെ ഞാൻ പുറത്തു കൊണ്ടുവരികയും ചെയ്യും. ഉൽപ്പത്തി പുസ്തകത്തിൽ പറഞ്ഞതാണ്. വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി ദൈവത്തിന്റെ സന്നിധിയിലെത്തിയപ്പോൾ, അവരെ കണ്ണുനീര് കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ, കഷ്ടതകളെ കർത്താവ് കണ്ടു കഴിഞ്ഞപ്പോൾ, തൻ്റെ ഭക്തനായ മോശയോടുകൂടെ ദൈവം പറയുകയാണ്, അവരുടെ നിലവിളി എൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് അവരുടെ പിതാക്കന്മാരായ അബ്രഹാമിനോട്, ഇസഹാക്കിനോട്, യാക്കോബിനോടും ഒക്കെ ഞാൻ ചെയ്ത ഉടമ്പടിയുണ്ട്, അത് ദൈവം ഓർത്തു. അതുകൊണ്ട് അവരെ വിടുവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിൽ ദൈവം ഇറങ്ങി വന്നിരിക്കുന്നു. സ്തോത്രം. അതേ പ്രിയരെ, പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടിയെ ഓർത്ത് കഷ്ടത അനുഭവിക്കുന്ന തലമുറയെ വിടുവിക്കുവാൻ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ വിടുവിക്കുന്ന ഒരു ദൈവത്തെ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഞാൻ ഈ ഭാഗം വായിച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിനകത്ത് പല ചിന്തകളും ഓടി വന്നു. പിതാക്കന്മാരുടെ ദൈവം പറഞ്ഞ വാഗ്ദത്തം, പിതാക്കന്മാരോട് ദൈവം പറഞ്ഞ ഉടമ്പടികളെ തലമുറയിലും ഓർക്കുന്ന ഒരു ദൈവത്തെ ആരാധിക്കാൻ ലഭിച്ച ഭാഗ്യം വലുതാണ്. പെട്ടെന്ന് എൻ്റെ അമ്മയെക്കുറിച്ചാണ് എനിക്ക് ഓർമ്മ വന്നത്. എൻ്റെ അമ്മ കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടിട്ട് എന്നേക്ക് 3 വർഷമായി. മെയ് മാസം 3-ാം തീയതി 3 വർഷം തികയാണ്. എൻ്റെ അമ്മ നന്നായി പ്രാർത്ഥിക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. രക്ഷിക്കപ്പെട്ട് വന്ന നാൾ മുതൽ അമ്മ നന്നായി പ്രാർത്ഥിക്കും. അമ്മയാലാകുന്ന വിധം അമ്മ സുവിശേഷം അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി പേരെ ക്രിസ്തുവിലേക്ക് അമ്മയ്ക്ക് നടത്തുവാനായിട്ട് കഴിഞ്ഞു. എന്നാൽ അമ്മ ഒരു പ്രാസംഗികയല്ല, പ്രാർത്ഥിക്കുന്നൊരു സ്ത്രീയായിരുന്നു. ഞങ്ങളുടെ ചെറുപ്പകാലത്ത് ഞങ്ങൾ ആ വിശ്വാസത്തിലല്ലായിരുന്നു, അല്ലെങ്കിൽ അതുമായിട്ട് ഞങ്ങൾക്ക് വലിയ താല്പര്യവുമില്ലായിരുന്നു. അത് കാരണം ഞങ്ങളത് കൂടുതൽ, എന്നെ ഉൾപ്പെടെ ഞങ്ങളത് ശ്രദ്ധിച്ചിട്ടില്ല. ഇന്നെൻ്റെ ഭവനത്തിൽ ഞാനും എൻ്റെ സഹോദരിയുമാണ് ഈ വിശ്വാസ ജീവിതത്തിലേക്ക് വന്നത്. ഇനി എൻ്റെ 3 സഹോദരങ്ങളുണ്ട്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ ഞാനിപ്പോൾ ഓർപ്പിക്കുകയാണ്. അപ്പം അമ്മ നന്നായിട്ട് പ്രാർത്ഥിക്കുമായിരുന്നു. രാത്രി 12 മണിക്കും 1 മണിക്കും 2 മണിക്കും ഒക്കെ എണീറ്റിരുന്ന് അമ്മ ശക്തമായി പ്രാർത്ഥിക്കും. ഞങ്ങൾ 5 മക്കളുണ്ട്. ഈ 5 മക്കൾക്ക് വേണ്ടി അമ്മ കരഞ്ഞ് പ്രാർത്ഥിക്കും. മാത്രമല്ല, അമ്മയുടെ മുൻപിൽ ഒരു വലിയ ലിസ്റ്റ് തന്നെ ഉണ്ട്. അമ്മ പോകുന്ന ചർച്ചിലെ വിശ്വാസികളുടെ പേരെല്ലാം അമ്മ എഴുതി വച്ചിട്ടുണ്ട്. അവിടുത്തെ പാസ്റ്ററുടെ കുടുംബം, അമ്മയ്ക്കറിയാവുന്ന ദൈവദാസന്മാർ, കൺവെൻഷൻ പാസ്റ്റർമാരുടെ ഒരു ലിസ്റ്റ്, അമ്മയുടെ കുടുംബത്തിലെ കുടുംബാംഗങ്ങളുടെ ഒരു ലിസ്റ്റ്, അയൽവക്കത്ത് താമസിക്കുന്നവരുടെ ഒരു ലിസ്റ്റ് ഞാൻ ഇന്ന് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരി ലിസ്റ്റ് എഴുതി വെച്ചിട്ടാണ് അമ്മ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ പ്രാർത്ഥിപ്പാൻ പഠിപ്പിച്ചത് പാസ്റ്റർ റൂഫസ് അവറുകളാണ്. അതുകൊണ്ട് അമ്മ ആ നിലവാരത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നു. പല രാത്രികൾ അമ്മ പ്രാർത്ഥിക്കുന്നത് ഞാനിങ്ങനെ കേട്ട് അടുത്ത റൂമിൽ കേട്ട് കിടന്നിട്ടുണ്ട്. എൻ്റെ 5 മക്കളെ നീ അനുഗ്രഹിക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വാഹനം നീ കൊടുക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭവനം നീ കൊടുക്കണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് തലമുറകളെ കൊടുക്കണം,
എൻ്റെ കുഞ്ഞുങ്ങളെല്ലാം രക്ഷിക്കപ്പെടണം. അവരെല്ലാം തികഞ്ഞ ആത്മീയരായി മാറണം. അവർക്ക് സ്വർഗം നഷ്ടപ്പെടാൻ പാടില്ല. അവർ നരകത്തിലേക്ക് പോകരുത് എന്നിങ്ങനെ ഒരു കുഞ്ഞ് കരയുന്നത് പോലെ രാത്രിയുടെ യാമങ്ങൾ എഴുന്നേറ്റിരുന്ന് കരയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് എൻ്റെ അമ്മ മരിച്ചു. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ സഹോദരിക്കാണ് ആദ്യമായി ഒരു വീട് ലഭിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഇളയ സഹോദരന്മാർ രണ്ടുപേരും നല്ല വീട്, ഒരാൾ വീട് വെച്ച് പൂർത്തീകരിച്ചു, മറ്റൊരാൾ വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഒരു സഹോദരനാണ് വീട്ടിൽ ആദ്യമായി ഒരു ബൈക്ക് വാങ്ങിയത്. എൻ്റെ ഏറ്റവും ഇളയ സഹോദരനാണ് ഒരു കാറ് വാങ്ങുവാനിടയായി തീർന്നത്. ഇതൊക്കെ വീട്ടുനടയിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഞങ്ങളുടെ വീട്ടിലെത്തുമ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞാനിങ്ങനെ ചിന്തിച്ചു, അമ്മ ഇന്ന് പോയെങ്കിലും, അമ്മ മരിച്ചു പോയെങ്കിലും അമ്മയുടെ പ്രാർത്ഥന മരിച്ചു പോയിട്ടില്ല. നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് തോന്നണമെന്നില്ല, എനിക്കത് വലിയ സംഭവമായിട്ട് തോന്നുകയാണ്. അമ്മ മരിച്ചു, പക്ഷെ അമ്മയുടെ പ്രാർത്ഥന മരിച്ചിട്ടില്ല. അമ്മ എന്തൊക്കെ രാത്രി എഴുന്നേറ്റ് ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിച്ചോ അതെല്ലാം ഇന്ന് തലമുറകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഒക്കെ ഉടമ്പടി ചെയ്ത ദൈവം അവരുടെ തലമുറയെ മറന്നു കളഞ്ഞില്ല. അവരുടെ കഷ്ടതയിൽ, അവരുടെ നിലവിളിയിൽ ദൈവം അവരെ, പിതാക്കന്മാരെ ഓർത്തു. അവരെ വിടുവിപ്പാൻ തക്കവണ്ണം ദൈവം കരുണ കാണിക്കുവാനിടയായി. ഇന്ന് ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന മാതാപിതാക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടായി പറയുന്നു, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങൾ കരയുവേ. നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് നിങ്ങൾ കരയുവേ. അവരിന്ന് രക്ഷിക്കപ്പെട്ടില്ലായിരിക്കാം, ഒരുപക്ഷെ ചർച്ചിൽ പോലും വരുന്നില്ലായിരിക്കാം. പക്ഷെ നിങ്ങളുടെ പ്രാർത്ഥന മറന്നു കളയുന്നൊരു ദൈവമല്ല. ഞാനും നിങ്ങളുമൊക്കെ ഈ ഭൂമിയിൽ നിന്ന് ഒരുപക്ഷെ മാറ്റപ്പെടാം, പക്ഷെ എങ്കിലും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നൊരു ദൈവം, നമ്മുടെ പ്രാർത്ഥനയെ അംഗീകരിക്കുന്നൊരു ദൈവം, നമ്മുടെ പ്രാർത്ഥന വാചകങ്ങളിൽ നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന കാര്യങ്ങൾ ഓർത്തിരിക്കുന്നൊരു ദൈവം നിശ്ചയമായും നിങ്ങളുടെ തലമുറകളെ രക്ഷിക്കുവാനിടയായിത്തീരും. സമയക്കുറവ് കൊണ്ട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പല അമ്മമാരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും ഒക്കെ പിന്നെ തലമുറകളിൽ അനുഗ്രഹം കാണുവാനിടയായിട്ടുണ്ട്. പല അപ്പന്മാരുടെ കണ്ണുനീരും പ്രാർത്ഥനകളും ഒക്കെ തലമുറകളുടെ അനുഗ്രഹത്തിന് കാരണമായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് കണ്ണുനീരോടെ തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നാളെയുടെ ദിനങ്ങളിൽ അവർക്കതൊരു അനുഗ്രഹമായി തീരും. സ്തോത്രം. അപ്പോൾ ദൈവം ഇസ്രായേൽ ജനത്തിനെ ആ അടിമത്വത്തിൽ നിന്ന് രക്ഷിക്കുവാൻ തക്കവണ്ണം ഇടയായി. ആരെ ഓർത്തിട്ട്? അബ്രഹാമിനെയും ഇസഹാക്കിനെയും യാക്കോബിനെയും അവരോട് ചെയ്ത നിയമങ്ങളും ഉടമ്പടികളും ഓർത്തിട്ട്. സ്തോത്രം. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായം 14-ാമത്തെ വാക്യം നമ്മൾ വായിച്ചു. അബ്രഹാമിനോട് ദൈവം പറഞ്ഞൊരു ഉടമ്പടിയാണ്, ഒരു ആരാധനയുടെ നടുവിൽ ദൈവം പറഞ്ഞൊരു ഉടമ്പടിയാണ്. വർഷങ്ങൾക്ക് ശേഷം ദൈവം അത് കൃത്യമായി പാലിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീർന്നു. ഇത്രയും നമ്മെ ഓർക്കുന്ന ഒരു വ്യക്തിത്വം വേറെ എവിടെ ഉണ്ട്? ഇത്രയും നമ്മളെ ഓർത്തിരിക്കുന്ന ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടോ? ഒരിക്കലും കാണുവാൻ കഴിയത്തില്ല. പക്ഷേ യുഗങ്ങൾ കഴിഞ്ഞാലും നൂറ്റാണ്ടുകൾ കഴിഞ്ഞാലും നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. മറ്റൊരു വാക്യം കൂടെ വായിച്ചു, ചില ചിന്തകളൂടെ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. ഉൽപ്പത്തി പുസ്തകം 30-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ദൈവം റാഹേലിനെ ഓർത്തു. ദൈവം അവളുടെ അപേക്ഷ കേട്ട് അവളുടെ ഗർഭത്തെ തുറന്നു. അവൾ ഗർഭം ധരിച്ചു, ഒരു മകനെ പ്രസവിച്ചു. ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞു. യഹോവ എനിക്ക് ഇനിയും ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേപ്പ് എന്ന് പേരിട്ടു. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ മെസ്സേജിൽ റാഹേലിനെ ഒന്ന് തൊട്ട് പോയതാണ്. യഹോവയായ ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു.
അവൾക്കൊരു സന്തതിയെ ദൈവം നൽകി. യഹോവ എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു എന്ന് പറഞ്ഞ് ഇനിയും എനിക്ക് ഒരു മകനെ തരുമെന്ന് പറഞ്ഞ് അവന് യോസേപ്പ് എന്ന് പേരിട്ടു. അതെ, ദൈവം നമ്മളെ ഒന്ന് ഓർത്ത നമ്മുടെ നിന്ന എന്നേക്കുമായി മാറും. നിന്ന നീക്കിക്കളയുന്നൊരു ദൈവം. അവൾ പറഞ്ഞാണ്, യഹോവയായ ദൈവം എൻ്റെ നിന്ന നീക്കിക്കളഞ്ഞു. നിന്ദിക്കപ്പെട്ടൊരവസ്ഥയായിരുന്നു. ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തുകൊണ്ടാണ് ദൈവം അവളുടെ ഗർഭത്തെ അടച്ചു വെച്ചത്? സാറായുടെ ജീവിതത്തിൽ നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഹന്നയെക്കുറിച്ച് ഞാൻ പറയാം. ഹന്നായുടെ ഗർഭത്തെയും യഹോവ അടച്ചിരുന്നു. ദൈവം തുറക്കുകയാണ്. അപ്പൊ നമ്മുടെ മനുഷ്യ ശരീരത്തില് നമ്മളെ ആന്തരികമായ കാര്യാദികളിൽ അടയ്ക്കുവാനും തുറക്കുവാനും ഒക്കെ ദൈവത്തിന് അധികാരമുണ്ട്. കാരണം ഈ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ഇതിൻ്റെ ഉടമസ്ഥൻ ദൈവമാണ്. ഇത് സൃഷ്ടിച്ചത് നമ്മുടെ കർത്താവാണ്. അതുകൊണ്ട് ഇതിനകത്ത് പലതും ചെയ്യുവാനുള്ള അധികാരം നമ്മുടെ കർത്താവിൻ്റെ ഉണ്ട്. അത് മറ്റാർക്കും ദൈവം കൊടുത്തിട്ടില്ല. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചിലർ നിന്ദിക്കപ്പെട്ട അവസ്ഥയിലാണ്, അപമാനിക്കപ്പെട്ട അവസ്ഥയിലാണ്. നിങ്ങൾ ഭാരപ്പെടണ്ട. ഒരു ദിവസം ദൈവം നിങ്ങളെ ഓർക്കും. നിങ്ങളെ അവൻ മറന്നു കളഞ്ഞതല്ല. നിശ്ചയമായി ദൈവം നിങ്ങളെ ഓർക്കും. ദൈവം റാഹേലിനെ ഓർത്തു. അവളുടെ നിന്ന മാറുവാൻ തക്കവണ്ണം ദൈവം അവളുടെ ഗർഭത്തെ തുറന്നു. അടയപ്പെട്ട വാതിലുകൾ, അടയ്ക്കപ്പെട്ടതാകുന്ന വാതിലുകൾ സ്വർഗത്തിലെ ദൈവത്തിന് തുറക്കുവാനായി കഴിയും. ഒരുപക്ഷെ നിങ്ങൾ ഇന്ന് നിന്ദിക്കപ്പെട്ടവരാണോ? നിങ്ങൾ വേദന സഹിക്കുന്നവരാണോ? നിങ്ങൾ പരിഹസിക്കപ്പെടുന്നവരാണോ? നിരാശപ്പെടരുത്. നമ്മെ ഓർക്കുന്നൊരു ദൈവമുണ്ട്. തീർച്ചയായും അവൻ നമ്മെ ഓർക്കും. സ്തോത്രം. 136 സങ്കീർത്തനം 23 വാക്യത്തിൽ പറഞ്ഞത്, നമ്മുടെ തകർച്ചയിൽ നമ്മളെ ഓർക്കുന്നൊരു ദൈവം, നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർക്കുന്നൊരു ദൈവം, നമ്മുടെ ഇല്ലായ്മയിൽ നമ്മളെ ഓർക്കുന്നൊരു ദൈവം. സ്തോത്രം. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കുമ്പോൾ നമുക്കവിടെ ഹന്നായെ ഓർത്തതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ. അവിടെ ഇങ്ങനെ വായിക്കുവാനായി കഴിയുന്നത്, അവൾ മനോവസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു, വളരെ കരഞ്ഞു. അവൾ ഒരു നേർച്ച നേർന്നു. സൈന്യങ്ങളുടെ യഹോവേ, അടിയാൻ്റെ സങ്കടം നോക്കി അടിയാനെ ഓർക്കുകയും അടിയാനെ മറക്കാതെ ഒരു പുരുഷ സന്താനത്തെ നൽകുകയും ചെയ്താൽ അടിയാൻ അവൻ്റെ ജീവപര്യന്തം യഹോവയ്ക്ക് കൊടുക്കും. അവൻ്റെ തലയിൽ ക്ഷൗരക്കത്തി തൊടുകയുമില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ അവൾ യഹോവയുടെ സന്നിധിയിൽ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏലി അവളുടെ വായ് സൂക്ഷിച്ചു നോക്കി. ഹന്ന ഹൃദയം കൊണ്ട് സംസാരിച്ചതിനാൽ അവളുടെ അധരം അനങ്ങിയതല്ലാതെ ശബ്ദം കേൾക്കുവാനില്ലായകയാൽ അവൾ ലഹരി പിടിച്ചിരിക്കുന്നു എന്ന് ഏലിക്ക് തോന്നിപ്പോയി. അതിൻ്റെ 19-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. അനന്തരം അവർ അതികാലത്ത് എഴുന്നേറ്റ് യഹോവയുടെ സന്നിധിയിൽ നമസ്കരിച്ച ശേഷം രാമേൽ തങ്ങളുടെ വീട്ടിലേക്ക് പോയി. എന്നാൽ എൽക്കാന തൻ്റെ ഭാര്യയായ ഹന്നയെ പരിഗ്രഹിച്ചു. യഹോവ അവളെ ഓർത്തു. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഹന്ന ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിച്ചു. ഞാൻ അവനെ യഹോവയോട് അപേക്ഷിച്ചു വാങ്ങി എന്ന് പറഞ്ഞ് അവന് ശമൂവേൽ എന്ന് പേരിട്ടു. സ്തോത്രം. ആണ്ടുതോറും ആലയത്തിൽ വന്ന് കരയുന്ന, തൻ്റെ സങ്കടം പറഞ്ഞ് ദൈവത്തോട് നിലവിളിക്കുന്ന ഹന്നായെ
ഒരു ദിവസം യഹോവയായ ദൈവം ഓർത്തു. നമ്മളാണെങ്കിൽ ഒരു ദിവസം പ്രാർത്ഥിച്ചു, 10 ദിവസം പ്രാർത്ഥിച്ചു, അല്ലെങ്കിൽ ഒരു മാസം പ്രാർത്ഥിച്ചു, ആ പ്രാർത്ഥനയ്ക്ക് മറുപടി കണ്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നീണ്ട നാളുകൾ പ്രാർത്ഥിക്കുന്ന ഒരു കന്ന ദൈവാലയത്തിൽ വന്ന് അവളെ സങ്കടങ്ങൾ മുഴുവനും പറഞ്ഞിരുന്നു. പക്ഷെ ഒരു ദിവസം യഹോവയായ ദൈവം അവളെ ഓർത്തു. ദൈവം അവളെ ഓർത്തു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് എന്താണ്? അവളുടെ ഗർഭത്തെ ദൈവം തുറന്നു. അവൾക്കൊരു തലമുറയെ സ്വർഗത്തിൽ ദൈവം നൽകി. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹമായി മാറി. അത് ഇസ്രായേൽ രാജ്യത്തിന് തന്നെ ഒരു അനുഗ്രഹമായി മാറി. ആകയാൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മളെ മറന്നു കളഞ്ഞതല്ല, നിശ്ചയമായി അവൻ നമ്മെ ഓർക്കുന്ന ദൈവമാണ്. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യയിങ്കൽ നമ്മെ ഉറപ്പിക്കുന്ന, നമ്മുടെ പിതാക്കന്മാരോട് പറഞ്ഞ ഉടമ്പടികളെ നിവർത്തിക്കുന്ന, നിയമം ഓർക്കുന്ന, നിന്ന മാറ്റുന്ന, തകർച്ചയിൽ നമ്മെ ഓർക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. 112 സങ്കീർത്തനം 6 വാക്യത്തിൽ വായിക്കുന്നു, നീതിമാനെ അവൻ ഓർത്തിരിക്കുന്നു. നീതിമാനെ ഓർക്കുന്നൊരു ദൈവം. സ്തോത്രം. ഈ സന്ധ്യയിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മൾ ഉൽപ്പത്തി പുസ്തകത്തിൽ നോഹയുടെ സംഭവം വായിച്ചതുപോലെ 7-ാം മാസം അരരാത്ത് പർവ്വതത്തിൽ തൻ്റെ പെട്ടകത്തെ, അല്ലെങ്കിൽ നോഹയും കുടുംബം സഞ്ചരിച്ച പെട്ടകത്തെ ഉറപ്പിച്ചതുപോലെ ദൈവം ചിലരെ ഉറപ്പിക്കുകയാണ്. ദൈവം ചിലരെ ഉറപ്പിക്കുകയാണ്. നിങ്ങളുടെ നിന്ന മാറും. നിങ്ങളുടെ കഷ്ടതയ്ക്ക്, നിങ്ങളുടെ കണ്ണുനീരിന്, നിങ്ങളുടെ വേദനകൾക്കെല്ലാം ഒരു ദിവസം പരിഹാരം ദൈവം വരുത്തും. ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. ആ ദൈവത്തെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമുക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യും. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. സംഖ്യാപുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ 8, 9, 10 വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 10-ാം അധ്യായം, അതിൻ്റെ 8, 9 വാക്യങ്ങൾ കൂടെ നമുക്ക് വായിക്കാം. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: അഹരോന്റെ പുത്രന്മാരായ പുരോഹിതന്മാർ ആകുന്നു കാഹളം ഊതേണ്ടത്. അത് നിങ്ങൾക്ക് തലമുറ തലമുറയായി എന്നേക്കുമുള്ള ചട്ടമായിരിക്കണം. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും. നിങ്ങളുടെ ദേശത്ത് നിങ്ങളെ ഞെരുക്കുന്ന ശത്രുവിൻ്റെ നേരെ നിങ്ങൾ യുദ്ധത്തിന് പോകുമ്പോൾ ഗംഭീര ധ്വനിയായി കാഹളം ഊതണം. എന്നാൽ നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ ഓർത്ത് ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും. സ്തോത്രം. വിശ്വാസത്തിൻ്റെ നായകനായ അബ്രഹാമിനെ ഓർത്തിട്ട് ലോത്തിനെയും കുടുംബത്തെയും വിടുവിച്ചു. ദൈവത്തിൻ്റെ ശബ്ദം അതുപോലെ അനുസരിച്ച നോഹയെയും കുടുംബത്തെയും ദൈവം രക്ഷിച്ചു. ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ച ഹന്നയെ ദൈവം ഓർത്തു. നിന്ദിക്കപ്പെട്ട അവസ്ഥയിൽ റാഹേലിനെ ദൈവം ഓർത്തു. ഇവിടെ സംഖ്യാപുസ്തകത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നുവെങ്കിൽ, ദൈവത്തെ നിങ്ങൾ സ്തുതിക്കുന്നുവെങ്കിൽ, അവൻ നിങ്ങളെ ഓർക്കുകയും നിങ്ങളെ ഞെരുക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്ന് അവൻ നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യും. ഈ ദിവസങ്ങളിൽ നമുക്കറിയാം, ആരാധനാലയങ്ങളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. വേണ്ടും വണ്ണം ആരാധിക്കുവാനും സന്തോഷിക്കുവാനും കഴിയാതിരിക്കുന്ന ഒരവസ്ഥയാണ് അനേക ദൈവമക്കളുടെ ജീവിതത്തിൽ. അതിനെല്ലാം ഒരു ഇളവ് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുകയാണ്. നമുക്ക് വീണ്ടും കൂടി ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കാം. അഭിഷേകമുള്ള ദൈവമക്കൾ ഭവനത്തിനകത്തിരുന്നും ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദൈവത്തെ ശക്തിയോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണബലത്തോടെ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നുവെങ്കിൽ
നിങ്ങളെ ഞെരിക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്ന് നിങ്ങളെ രക്ഷിപ്പാൻ അവൻ നിങ്ങളെ ഓർക്കും. അതേ പ്രിയരെ, നിങ്ങളെ ഓർക്കുന്നൊരു ദൈവം, എന്നെ ഓർക്കുന്നൊരു ദൈവം. ഞാൻ നേരത്തെ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറഞ്ഞതുപോലെ നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ ആരാധനയും നമ്മുടെ കണ്ണുനീരൊന്നും വെറുതെയാകുകയില്ല. അത് ഓർത്തു നാളെ നമ്മുടെ തലമുറകളെയും നമ്മളോട് പറഞ്ഞ ഉടമ്പടികളും വാഗ്ദത്തങ്ങളും നിവർത്തിക്കുവാൻ നമ്മുടെ ദൈവത്തിന് കഴിയും. ആ ദൈവത്തെ ഇന്ന് രാത്രി നമുക്ക് ഒരിക്കൽ കൂടെ സ്തുതിക്കാം. ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തലകണയെ വണക്കാം. ഇങ്ങനൊരവസരം തന്ന കർത്തൃദാസനോടുള്ള നന്ദി ഞാൻ ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തന്നെയും തൻ്റെ കുടുംബത്തെയും ശുശ്രൂഷകളൊക്കെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. അവൻ നമ്മളെ മറന്നു കളഞ്ഞതല്ല, അവൻ നമ്മളെ ഉപേക്ഷിച്ചതുമല്ല. നമ്മളെ ഓർക്കുന്നൊരു സമയമുണ്ട്, നമ്മെ അനുഗ്രഹിക്കുന്നൊരു ദിനമുണ്ട്, നമ്മുടെ നിന്ദ മാറുന്നൊരു സമയമുണ്ട്, നിങ്ങളെ ഞെരുക്കങ്ങൾ മാറുന്നൊരു സമയമുണ്ട്. നിലവിളികൾ കേൾക്കുന്ന ദൈവം, നിങ്ങളുടെ കഷ്ടതകൾ കാണുന്നൊരു ദൈവം. ഈ സന്ധ്യയെങ്കിലും അവൻ നമ്മെ മറന്നു കളഞ്ഞിട്ടില്ല. അതേ പ്രിയരെ, ആ ദൈവത്തോട് നമുക്ക് നന്ദി പറയാം. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. സാധു എന്നെ കൈവിടാതെ നാഥനെന്നും നടത്തിയിടുന്നു. നമ്മളെ കൈവിടുകയില്ല, നമ്മളെ ഉപേക്ഷിക്കുകയില്ല. അവൻ ഓരോ ദിവസവും നമ്മളെ നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ ആണ്ടിൽ ദൈവം ചില കുടുംബങ്ങളെ ഓർക്കാൻ പോവുകയാണ്. ഈ ആണ്ടിൽ ചില കുടുംബങ്ങളോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം ഓർക്കാൻ പോവുകയാണ്. ദൈവം ചിലരോട് പറഞ്ഞ ഉടമ്പടികളെ ദൈവം ഓർക്കാൻ പോവുകയാണ്. എന്നെ കേൾക്കുന്ന പ്രിയരെ, ആ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ നമുക്കിന്ന് രാത്രി കണ്ണുകളടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ഈ സന്ധ്യയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ ഓർക്കുകയും ഞങ്ങളുടെ കഷ്ടതകളിൽ നിന്ന്, ഞങ്ങളുടെ ഞെരുക്കങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുകയും ചെയ്യുന്ന നല്ല കർത്താവേ, ഞങ്ങൾ കേട്ട ദൈവവചനം പോലെ ഞങ്ങളുടെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തങ്ങളും ഉടമ്പടികളെയും ദൈവം ഓർത്ത് അവരെ തലമുറകളെ അവിടെ നിന്ന് മാനിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തതുപോലെ ഈ രാത്രിയിലും ഈ വചനം കേട്ട ദൈവ കുഞ്ഞുങ്ങളെ ദൈവം ഓർക്കണമേ. അവരെ അവസ്ഥകളെ ദൈവം അറിയുന്നു, അവരെ സങ്കടങ്ങളെ സ്വർഗം അറിയുന്നു. അവർക്ക് വേണ്ടി ചില വാതിലുകളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചില നിന്ദകൾ മാറട്ടപ്പ, ചില ശൂന്യതകൾ മാറട്ടെ, ചില ഞെരുക്കങ്ങൾ മാറട്ടെ. ഒരു വലിയ ദൈവപ്രവൃത്തി ഈ നാളുകളിൽ തന്നോട് നിലവിളിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന തൻ്റെ ജനത്തിനു വേണ്ടി സർവശക്തനായ ദൈവം ചെയ്യുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ രാജ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ ദേശത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ലോകത്തിൽ നിലവിളിക്കുന്ന ജനത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്വർഗം ഇന്ന് രാത്രി അവരെ ഓർക്കണമേ. ഇന്ന് രാത്രി ദൈവം അവർക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യണമേ. അടയപ്പെട്ട വാതിലുകളെ ദൈവം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കും. നന്മയുടെ വഴികളിലേക്ക് ദൈവം അവരെ നടത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. ആരും നിരാശരായി, ആരും തകർന്നു പോകാൻ ദൈവം അവിടെ നിന്ന് അനുവദിക്കരുതേ എന്ന് പ്രാർത്ഥിക്കും. ആ രക്ഷയുടെ പെട്ടകത്തിൽ ഇനിയും കയറാൻ കഴിയാതിരിക്കുന്നവരെ വേഗം ആ രക്ഷയുടെ പെട്ടകത്തിലേക്ക് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കണമേ. അബ്രഹാം ലോത്തിന്റെ കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങൾക്ക് ചുറ്റുമുള്ള അനേക കുടുംബങ്ങൾക്ക് വേണ്ടി, ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. ഈ രക്ഷയുടെ സന്തോഷം അവരനുഭവിക്കുവാൻ, കാൽവരി ക്രൂശിലൂടെ യേശുനാഥൻ നൽകിയ ആ വലിയ രക്ഷ ആമേൻ അനേകർ മനസ്സിലാക്കുവാൻ, ആ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയുവാനും സ്വർഗത്തിലെ ദൈവം സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കും. വചനം കേട്ട എല്ലാവരും ദൈവത്തോടെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, കൃപ കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ, ആമേൻ.
കട്ടായോ?